Okay, listen. Fun to learn ആണ് ആദ്യം. Answer in one word. Fun to learn first question answer in one word ആണ്. നമ്മൾ ഈ പോർഷൻ കഴിഞ്ഞ ദിവസം കംപ്ലീറ്റ് ചെയ്തു അല്ലേ? Then നമുക്ക് നോക്കാം. First question. Who keeps us safe? Who keeps us safe? ഇത് എന്താണ്? One wordൽ ആൻസർ ചെയ്യാണ് വേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടുണ്ടല്ലേ? This person is always keeps us safe. And who is the person keeps us always safe? Who is the person? ആർക്കാണ് അറിയാ ആൻസർ? നമ്മൾ എപ്പോഴും സേഫ് ആയിട്ട് നമ്മൾ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യുന്ന എപ്പോഴും സേഫ് ആയി വെക്കുന്ന ആൾക്കാർ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആദിത് ആരാണ്? Who is the person? Policeman. Okay, policeman. Right there, policeman. Policeman is the person is always keeps us safe. So right there, policeman. P-O, right. Policeman എന്നാണ് എഴുതേണ്ടത്. P-O-L-I-C-E. Police man. M-A-N, man. Policeman. Okay. Who keeps us safe? Policeman എന്നാണ് ആൻസർ. P-O-L-I-C-E-M-A-N. Policeman. Okay. എഴുതിയോ? P-O-L-I-C-E-M-A-N, policeman. Okay. Then next one. Who grows food for us? Who grows food for us? നമുക്ക് വേണ്ടി ഭക്ഷണ സാധനങ്ങളൊക്കെ നട്ടു വളർത്തി കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ആരാണ്? Who is the person grows food for us? ആരാണ് മോളനിയ? Farmer. Yes, farmer. Farmer. Farmer is the person grows food for us. Farmer. F-A-R-M-E-R. Farmer. F-A-R-M-E-R. Farmer. Okay. Farmer. ദീക്ഷിത് എഴുതിയോ മോനെ? Okay. Farmer. Then who stitches our cloth? Who is the person stitches our clothes? And ആരാണ്? ആരാണ്? നമുക്ക് വേണ്ടി നമ്മുടെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് ആരാണ്? ആരാണ് അമൃത? Tailor. Yes, tailor. T-A-I-L-O-R. Tailor. T-A-I-L-O-R. Okay, then. Appo first one policeman, second farmer, and third tailor, and fourth who mends our shoes? Who mends our shoes? And who is repaired our shoe? ആരാണ്? ആരാണ് അൻവിത? Cobbler. Yes, cobbler. Cobbler. C-O-B-B-L-E-R. Cobbler. C-O-B-B-L-E-R.
cobbler. Okay. First one, who keeps us safe? Policeman. Policeman always keeps us safe. And then, who grows food for us? ആരാണ് നമുക്ക് വേണ്ടി ഭക്ഷണ സാധനങ്ങളൊക്കെ നട്ടു വളർത്തുന്നത് എന്നാണ് ചോദിക്കുന്നത് അല്ലേ? അത് ആരാണ്? ഫാർമർ. ആൻഡ് ഹൂ സ്റ്റിച്ചസ് അവർ ക്ലോത്ത്സ്? ആരാണ് നമ്മുടെ എന്ത് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത്? ടൈലർ. ആൻഡ് ഹൂ മെൻസ് അവർ ഷൂ? ഹൂ ഈസ് മെൻറ്റൻഡ് അവർ ഷൂസ്? ഈസ് cobbler. 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 Okay. എഴുതിയല്ലോ? ക്ലിയർ? എഴുതിയ മോളെ ദേവർഷ? എഴുതിയില്ലേ? യെസ്. ഓക്കെ. Then next page. Take the next page. 136. Okay. Given below are the names of some helpers. Choose words from the box and fill in the blanks. It's a fill in the blanks question. And given below are the names of some helpers. കുറച്ച് ഹെൽപ്പേഴ്സിന്റെ എന്താണ് നെയിംസ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? നമ്മൾ ഹെൽപ്പേഴ്സിനെ കുറിച്ചാണല്ലോ പഠിച്ചത്. അപ്പൊ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ആളുകളുടെ പേര് അവിടെ എവിടെ കൊടുത്തിട്ടുണ്ട്? ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ അത് നമ്മൾ വായിച്ചിട്ട് എന്ത് ചെയ്യണം? താഴെ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സെന്റൻസ് ഉണ്ട് അല്ലേ? അവിടെ കറക്റ്റ് ചെയ്ത് എഴുതുകയാണ് വേണ്ടത് അല്ലേ? ആരാണ് എന്നുള്ളത് നമ്മൾ അവിടെ എഴുതുകയാണ് വേണ്ടത്. അപ്പൊ ബോക്സിൽ കുറെ നെയിം അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ബോക്സിൽ കൊടുത്തിട്ടുള്ള പേരുകള്? മോളെ ഇഷിക, അതൊന്ന് വായിച്ചേ. ആ ബോക്സിലുള്ള പേരുകളൊക്കെ ഒന്ന് വായിച്ചേ. ഇഷിക രാജ് അൺമ്യൂട്ട് ചെയ്ത് മോളെ. ഓക്കെ. Okay. Okay. Vegetable seller. Vegetable seller. Mechanic. Doctor. Okay. Gardener, milkman, vegetable seller, mechanic and doctor. These are our helpers and we will find out who is helping us, and here is given some description about the helper. Listen. First one, he repairs car and motorcycle. What we call the person is repair car and motorcycle. കാറും മോട്ടോർ സൈക്കിളും ഒക്കെ നേരെയാക്കുന്ന ആളുകളെ നമ്മൾ എന്താണ് വിളിക്കുക എന്നുള്ളതാണ് ചോദിക്കുന്നത് അല്ലേ? എന്താണ് വിളിക്കുക മോനെ ദീക്ഷിത്? മെക്കാനിക്. യെസ്, മെക്കാനിക് എന്നാണ് പറയാ അല്ലേ? അപ്പോ അവിടെ എന്ത് എഴുതണം? മെക്കാനിക് എന്ന് എഴുതുക. ഫസ്റ്റ് വൺ നേരെ മെക്കാനിക് എന്ന് എഴുതുക. MECHANIC. 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 Okay. He repairs our cars and motorcycle is called mechanic. MECHANIC. Okay. First one is mechanic. Okay, first one, he repairs cars. Okay, listen. And
സെക്കൻഡ് ഒന്ന് വായിച്ചു മോളെ നൈല. സെക്കൻഡ് ഡിസ്ക്രിപ്ഷൻ വായിക്കുക, അതാരാണ് എന്ന് പറയാം. ഓക്കെ, അതിന്റെ ഡിസ്ക്രിപ്ഷൻ എന്താണ്? അവിടെ എഴുതിയിട്ടുള്ളത് എന്താണ്? He sells vegetables അല്ലേ? വെജിറ്റബിൾസ് ഒക്കെ വിൽക്കുന്ന ആള്. അവരെ നമ്മൾ എന്താ പറയാ? വെജിറ്റബിൾ സെല്ലർ. ഓക്കെ, he sells vegetables. വെജിറ്റബിൾ സെല്ലർ എന്നാണ് അവിടെ എഴുതേണ്ടത്. VEGETABLE വെജിറ്റബിൾ സെല്ലർ. SELLER അവിടെ എഴുതിയിട്ടുണ്ട്, അത് നോക്കി കറക്റ്റ് ആയിട്ട് എഴുതുക. വെജിറ്റബിൾ സെല്ലർ. VEGETABLESELLER വെജിറ്റബിൾ സെല്ലർ. സ്പെല്ലിംഗ് തെറ്റരുത്, കറക്റ്റ് നോക്കിയിട്ട് എഴുതുക. ഓക്കെ, then third one അല്ലേ? മൂന്നാമത്തെ നോക്കാം നമുക്ക്. മൂന്നാമത്തെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചേ സെറ മരിയ. തേർഡ്. He brings milk for us. Yes. Okay, milkman. He brings milk for us. നമുക്ക് പാലൊക്കെ കൊണ്ടുതരുന്ന ആള് അല്ലേ? ആരാണ്? മിൽക്ക്മാൻ. Okay, he brings milk for us is milkman. MILKMAN milkman. MILKMAN milkman. Then fourth. Then fourth ഒന്ന് വായിച്ചു മോനെ അയാൻ. ഫോർത്ത് ഡിസ്ക്രിപ്ഷൻ വായിക്കുക, ആരാണ് എന്നുള്ളത് പറയാം. Tailor. ഫോർത്ത് ആണോ? Tailor. ഫോർത്ത് ടൈലർ ആണോ? Cobbler. ഫോർത്തിന്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചേ മോനെ. അവിടെ എഴുതിയിരിക്കുന്ന എന്താണ് ഒന്ന് വായിച്ചേ. He makes and polish. Cities and fast with parties. He treats us when we fall sick. ആരാണത്? നമ്മൾ അസുഖം ഉണ്ടാവുമ്പോ നമ്മളെ ചികിത്സിക്കുന്ന ആൾ ആരാണ്? Yes, doctor. So right there, doctor. He treats us when we fall sick. Doctor എന്നാണ് എഴുതേണ്ടത്. DOCTOR doctor. DOCTOR doctor. Okay, എഴുതിയോ? Then fifth one and our last one. ഒന്ന് വായിച്ചു മോളെ ദേവർഷ. ഫിഫ്ത്ത്
Yes. He looks after the garden. അല്ലേ? നമ്മുടെ പൂന്തോട്ടങ്ങളൊക്കെ കെയർ ചെയ്ത് കൊണ്ടുപോകുന്ന ആള് അല്ലേ? ആരാണ്? ഗാർഡനർ. So right there, gardener. Yes. Gardener. 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 He looks after the garden. Gardener. Okay. എല്ലാവരും കംപ്ലീറ്റ് ചെയ്തില്ലേ? ഫിനിഷ് ചെയ്തില്ലേ? First one, he repairs cars and motorcycle and he is mechanic. And then second one, he sells vegetables. Vegetable seller. And third, he brings milk for us. നമുക്ക് വേണ്ടി പാലൊക്കെ കൊണ്ടുതരുന്ന ആള് അല്ലേ? Milkman. Then fourth, he treats us when we fall sick. When we fall sick, we go to the hospital and consult a doctor. And he treats us when we fall sick is doctor. Then fifth one, he looks after the garden is gardener. Okay. Then last ഒരു ആക്ടിവിറ്റി കൂടി ഉണ്ട്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ വൺ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി കൂടി ഉണ്ട്. ജസ്റ്റ് സർക്കിൾ ചെയ്യാനുള്ള ആക്ടിവിറ്റിയാണ്. ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും അത്? യെസ്, കുറെ പേര് ചെയ്തിട്ടുണ്ട് അല്ലേ? ഗുഡ്, വെരി ഗുഡ്. നോക്കാം നമുക്ക്. സർക്കിൾ ദ ഒബ്ജക്ട് വിച്ച് ഇസ് നോട്ട് യൂസ്ഡ് ബൈ ദ പേഴ്സൺ. അവിടെ എന്താണ്? ഒരു ആളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ദെൻ അവർ യൂസ് ചെയ്യുന്ന കുറെ സാധനങ്ങളുടെ പിക്ചേഴ്സും ഉണ്ട്. അതില് അവർക്ക് ആവശ്യമില്ലാത്ത പിക്ചർ ഏതാണോ അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റൗണ്ട് ചെയ്യേണ്ടത് അല്ലേ? ഫസ്റ്റ് നമുക്ക് നോക്കാം. ഒരു ഡോക്ടർ എന്നവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? ദെൻ ഒരു ഡോക്ടറുടെ എന്താണ് കുറെ എക്യുപ്മെന്റ്സും അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതില് ഡോക്ടർ യൂസ് ചെയ്യാത്ത കാര്യങ്ങൾ ഏതാണ് എന്നുള്ളതാണ് നമ്മൾ സർക്കിൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എന്ത് ചെയ്യുക? നിങ്ങൾ കുറെ പേര് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ളതാണ്. അത് എന്ത് ചെയ്യുക? ഇന്ന് ഹോംവർക്ക് ആയിട്ട് അത് ചെയ്യാത്തവർ ചെയ്യുക. കഴിഞ്ഞ ദിവസം മിസ് പറഞ്ഞിരുന്നതാണ് അല്ലേ? പക്ഷെ എന്താണ്, കുറച്ച് പേര് ചെയ്തിട്ടുണ്ട്, കുറച്ച് പേര് ചെയ്തിട്ടില്ല. സോ ചെയ്യാത്തവർ എന്ത് ചെയ്യുക? അത് ഇന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഈസി ആണല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യേ വേണ്ടൂ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? അത് റൗണ്ട് ചെയ്തിട്ട് ഏതാണ് അവർ ഉപയോഗിക്കാത്ത കാര്യങ്ങൾ അവരുടെ പേര് വായിക്കുക. എന്നിട്ട് ഏതൊക്കെ സാധനങ്ങൾ ഉണ്ട് എന്ന് നോക്കുക. അതിൽ അവർക്ക് ആവശ്യമില്ലാത്ത സാധനം ഏതാണോ അതിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റൗണ്ട് ചെയ്യേണ്ടത്. ഓക്കെ, അത് വീട്ടിൽ നിന്ന് എല്ലാവരും ചെയ്യുക ഹോംവർക്ക് ആയിട്ട്. ഓക്കെ, ദെൻ നമ്മുടെ നെക്സ്റ്റ് പോർഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, ദെൻ അത് വിട്ടിട്ട് എന്താണ് നെക്സ്റ്റ് പേജിലേക്ക് വരിക. പ്ലേസസ് അറൗണ്ട് us, our ന്യൂ പോർഷൻ. ആ റൗണ്ട് ചെയ്യാനുള്ളത് ഒന്നുകിൽ ഇപ്പോ എന്താണ് ഏകദേശം എല്ലാവരും പെട്ടെന്ന് ചെയ്തിട്ടുണ്ടാവും അല്ലെ? പെട്ടെന്ന് റൗണ്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ ചെയ്യാത്തവർ എന്ത് ചെയ്യുക? ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, ദെൻ നോക്ക്. പ്ലേസസ് അറൗണ്ട് us, our new chapter is places around us. Then write the names of the following. The school you go to. Write there the name of your school. First one, the school you go to. ഏതാണ് നമ്മൾ പോകുന്ന സ്കൂൾ? ഏതാണ് നിങ്ങളുടെ സ്കൂളിന്റെ പേരാണ് ആദ്യത്തെ ലൈനിൽ എഴുതേണ്ടത്. എഴുതുക എല്ലാവരും. എന്താണ് നിങ്ങളുടെ സ്കൂളിന്റെ പേര്? എന്താണ് സാവിയോ? സ്കൂളിന്റെ പേരെന്താണ്? യെസ്, ട്രൂ ലൈറ്റ് ഇംഗ്ലീഷ്
സ്കൂൾ എന്നവിടെ എഴുതുക. ട്രൂ ലൈറ്റ്. True Light. The name of your school is True Light. T-R-U-E. True. T-R-U-E. L-I-G-H-T. True Light. T-R-U-E. L-I-G-H-T. True Light School. The school you go to എന്നുള്ളവിടെ അതിന്റെ ഫസ്റ്റ് ലൈനിലാണ് എന്ത് എഴുതേണ്ടത്? ട്രൂ ലൈറ്റ് എന്ന് എഴുതേണ്ടത്. ഓക്കെ, ട്രൂ ലൈറ്റ് എന്ന് എഴുതിയോ? എഴുതിയോ? യെസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്. ദ ഹോസ്പിറ്റൽ യു വർ ബോൺ ഇൻ. എന്താണതെന്ന് മനസ്സിലായോ? നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലാണ് ജനിച്ചത്? അല്ലേ? എല്ലാവരും ഹോസ്പിറ്റലിലായിരിക്കും അല്ലേ ജനിച്ചിട്ടുണ്ടാവുക? അല്ലേ? എല്ലാവരും ഹോസ്പിറ്റലിലായിരിക്കും എന്ത് ജനിച്ചിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ ജനിച്ച ഹോസ്പിറ്റലിന്റെ പേരാണ് അവിടെ എഴുതേണ്ടത്. സോ അത് നിങ്ങളുടെ പാരന്റ്സിനോട് ചോദിച്ചിട്ട്, നിങ്ങൾക്കറിയോ ഏത് ഹോസ്പിറ്റലിലാണ് ജനിച്ചതെന്ന്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അറിയില്ല അല്ലേ? അമ്മമാരോട് ചോദിച്ചിട്ട് എന്താണ് എഴുതുക. Then the doctor you go to when you are sick. നിങ്ങൾക്ക് അസുഖം ഉണ്ടാകുമ്പോൾ നിങ്ങൾ പോകുന്ന ഹോസ്പിറ്റലിന്റെ പേര്. Then the shop you go to buy food items. എപ്പോഴും ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ പോകുന്ന ഷോപ്പിന്റെ പേര്. ഇത്രയുമാണ് അവിടെ എഴുതേണ്ടത്. ആദ്യം സ്കൂളിന്റെ പേര് നമ്മൾ എഴുതി, പിന്നെ നിങ്ങൾ ജനിച്ച ഹോസ്പിറ്റലിന്റെ പേരാണ് എഴുതേണ്ടത്. അത് കഴിഞ്ഞിട്ട് അസുഖം വരുമ്പോൾ പോകുന്ന ഹോസ്പിറ്റലിന്റെ പേര്. ദെൻ എപ്പോഴും റെഗുലർ ആയിട്ട് നിങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന കടയുടെ പേരും എന്ത് ചെയ്യാ? പാരന്റ്സിനോട് ചോദിച്ചിട്ട്, അമ്മയോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യാ? അവിടെ എഴുതി വെക്കണം കേട്ടോ. യെസ് യെസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്. The places near our house make our neighborhood. Let us learn about some places in our neighborhood. നൈബർഹുഡിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? The places near our house make our neighborhood. നമ്മുടെ വീടിന്റെ അടുത്തുള്ള സ്ഥലവും അടുത്തുള്ള വീടുകളും ഒക്കെ കൂടി ഉള്ളതാണ് എന്ത്? നമ്മുടെ നൈബർഹുഡ് അല്ലേ? എന്താണ് നൈബർഹുഡ്? അറിയാമോ? നൈബർഹുഡ് എന്നുള്ള വാക്കിന്റെ മീനിങ് അറിയാമോ? ആർക്കെങ്കിലും അറിയോ എന്താണ് നൈബർഹുഡ് എന്ന് വെച്ചാല്? എന്താണത്? ഓക്കെ, സാവിയോ അറിയാന്ന് പറയുന്നുണ്ട് അല്ലേ? എന്താണ് മോനെ സാവിയോ നൈബർഹുഡ്? യെസ്, അടുത്തുള്ളത് അല്ലേ? നമ്മുടെ അയൽപക്കം അല്ലേ? ഗുഡ്, വെരി ഗുഡ്. നമ്മുടെ അടുത്തുള്ള എന്താണ് സ്ഥലം അല്ലേ? നമ്മുടെ അയൽപക്കത്തുള്ള ആളുകളല്ലേ അയൽവാസികൾ എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ? സോ ദ പ്ലേസസ് നിയർ അവർ ഹൗസ് മേക്ക് അവർ നൈബർഹുഡ്. നമ്മുടെ വീടിന്റെ ഒക്കെ അടുത്തുള്ള പ്ലേസ് ഒക്കെ കൂടി ജോയിൻ ചെയ്യുന്നതാണ് എന്ത്? നമ്മുടെ നൈബർഹുഡ്. ലെറ്റ് us learn about some places in our neighborhood. നമ്മുടെ നൈബർഹുഡിൽ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടാവും അല്ലേ? നമ്മുടെ വീടിന്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് പറയാൻ പോകുന്നത്. കുറെ ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് എന്തൊക്കെ വേണം? ഒരുപാട് കാര്യങ്ങൾ വേണം അല്ലേ? എന്തൊക്കെയാണ് വേണ്ടത്? നമ്മുടെ വീടിന്റെ അടുത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? എന്തൊക്കെയാ വേണ്ടത് മോനെ റിച്ചാർഡ്? നമ്മുടെ വീടിന്റെ അടുത്ത് എന്തൊക്കെ ഉണ്ടാവണം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്? School, hospital. ഓക്കെ, സ്കൂൾ, ഹോസ്പിറ്റൽ. വേറെ എന്തെങ്കിലും വേണോ? വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ വേറെ എന്തൊക്കെ വേണമെന്ന്?
സ്കൂളും ഹോസ്പിറ്റലും വേണം. ഓക്കെ അൻവിത, വേറെന്താ വേണ്ട മോളെ? മാർക്കറ്റ്. യെസ്, മാർക്കറ്റ്. പിന്നെയോ? മാർക്കറ്റ് വേണം. അത് കൂടാതെ റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, റെയിൽവേ സ്റ്റേഷൻ വേണം. ഓക്കെ ഗുഡ്. അതുപോലെ എന്തൊക്കെ വേണം? പോസ്റ്റ് ഓഫീസ് വേണം അല്ലേ? എന്തൊക്കെയാണ് അമൃത? വേറെന്താ വേണ്ടത്? റോഡ്. ഓക്കെ, റോഡ് വേണം അല്ലേ? ഇതൊക്കെ വേണം. ദെൻ എന്താണ് നമ്മുടെ ടൈം ഇതെപ്പോ കഴിയാൻ വേണ്ടി പോവാണ്. 1 മിനിറ്റേ ഉള്ളൂ. നമ്മുടെ ക്ലാസ് ഇപ്പൊ കട്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്കിത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. നമുക്ക് ലാസ്റ്റ് അവർ ഒരു ക്ലാസ് കൂടി ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ്? അമ്പലം. ഓക്കെ, അമ്പലം ഇതൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം, എല്ലാവരും നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ നൈബർഹുഡിൽ ഉള്ളത് എന്നൊക്കെ നോക്കിയിട്ട് വേണം വരാൻ. ഓക്കെ.